ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 66. ഉച്ചയൂണം കഴിഞ്ഞ് അടുക്കളയിൽ കയറിയതാണ് ലക്ഷ്മി. നാളെ തിരുവോണമാണ്. പിറ്റന്നത്തേക്കുള്ള മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഇഞ്ചിക്കറിയൊക്കെ ഇന്നേ ഉണ്ടാക്കി വെക്കണം. കൂട്ടത്തിൽ കുറച്ച് ശർക്കര വരട്ടിയും ഉണ്ടാക്കണം. എല്ലാത്തിനും സഹായിയായി വൈശാഖി നിന്നു. ബാലു ഊണ് കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിരുന്നു. ലക്ഷ്മി എല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവളെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണ് വളരെ താല്പര്യത്തോടു കൂടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിൽ അച്ചാറിടലും ശർക്കര വരട്ടിയുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മണി 6 കഴിഞ്ഞിരുന്നു. ഹാളിലേക്ക് ചെന്നിരുന്നതും അവൾക്ക് ഫോൺ വന്നിരുന്നു. എടുത്തു നോക്കിയപ്പോൾ കണ്ടു ദേവകി മുത്തശ്ശിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചിരിയോടെയാണ് അവൾ കോൾ എടുത്തതും ഉമ്മറത്തേക്ക് നടന്നതും. മുത്തശ്ശി, അവൾ കൊഞ്ചലോടെ വിളിച്ചു. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഊഞ്ഞാലിൽ കയറിയിരുന്നു. നല്ല ആളാ, ഓണത്തിന് വരുമെന്ന് പറഞ്ഞിട്ട്. മറുപടിയായി മറുവശത്തു നിന്ന് അവൾക്ക് വഴക്കാണ് കിട്ടിയത്. ഇവിടെ എല്ലാവരും പറഞ്ഞു എന്നോട് നിൽക്കാൻ. ഓണക്കോടിയും വാങ്ങിത്തന്നു. കാല് മുറ്റത്ത് വെച്ച് കുത്തി അവൾ പതിയെ ആടാൻ തുടങ്ങി. എന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒറ്റയ്ക്കല്ലേ. ഇത്തവണത്തെ ഓണത്തിന് നീയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ദേവകിയുടെ ശബ്ദത്തിൽ സങ്കടം. എൻ്റെ പൊന്നു മുത്തശ്ശിയല്ലേ, സങ്കടപ്പെടാതെ. നാളത്തെ സദ്യ കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. പിന്നെ ഒരാഴ്ച അവിടെ. ദേവകിയെ പെണ്ണ് ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു. ആ ശരി ശരി, നാളെ വൈകിട്ടത്തേക്ക് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരണ്ട. ഇവിടെ എത്തുമ്പോൾ രാത്രിയാവും. മറ്റന്നാൾ രാവിലെ മതി. മുത്തശ്ശി ഗൗരവത്തോടെ പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഒരാഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാം. പെണ്ണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഊഞ്ഞാലിലിരുന്ന് ആടി. ദേവകി അവളുടെ കളിച്ചിരികൾ നിറഞ്ഞ മനസ്സോടെ കേട്ടുകൊണ്ടിരുന്നു. പത്മത്തിൻ്റെ വീട്ടിൽ താമസത്തിന് ചെന്നപ്പോൾ തൊട്ടാണ് വൈശുവിലൊരു മാറ്റം ഉണ്ടായത്. പതിഞ്ഞ സംസാരവും മുൻപൊരിക്കൽ പോലും ചിരിച്ചു കാണാത്ത അവള് ഇന്നിപ്പോൾ വളരെ സന്തോഷവതിയാണ്. ദേവകി മനസ്സിൽ ചിന്തിച്ചു. പിന്നില്ലേ മുത്തശ്ശി, ബാലു എനിക്ക് ഊഞ്ഞാൽ കെട്ടിത്തന്നേ. ഞങ്ങൾ ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കി. ദേ ഇപ്പം മാങ്ങയും നാരങ്ങയും അച്ചാറിട്ടിട്ട് ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. ഞാൻ നാളെ പൂക്കൾ ഇടാൻ പോവാ. വൈശാഖി വീണ്ടും ഓരോന്ന് ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നത് ദേവകി കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ഗേറ്റും കടന്നു വരുന്ന ബാലുവിൻ്റെ ബുള്ളറ്റ് കണ്ടപ്പോഴാണ് അവളുടെ സംസാരം നിലച്ചത്. മുത്തശ്ശി, ബാലു വന്നു. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? അയാളെ കണ്ടതും പെണ്ണ് ഊഞ്ഞാലിൽ നിന്നും ചാടി ഇറങ്ങി. പോയി വാ മോളെ. ദേവകി അനുവാദം കൊടുത്തതും അവൾ ഫോൺ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന പാൻറ്റിലേക്ക് തിരികെ കയറ്റി വെച്ചു. എവിടെ ഞാൻ പറഞ്ഞ സാധനം? ബാലു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും പെണ്ണ് കൈ നീട്ടി. കയ്യിലിരുന്ന കവറിൽ നിന്നും ഒരു കെട്ട് താമരപ്പൂക്കൾ ബാലു അവളുടെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു. ബാലു, എന്തു ഭംഗിയായത്! താമരപ്പൂക്കൾ ആദ്യമായി കണ്ടതിൻ്റെ ആശ്ചര്യ അത്ഭുതവും അവളുടെ മുഖത്ത് ആവോളം ഉണ്ടായിരുന്നു. എൻ്റെ വൈശുക്കൊച്ചിനെ പോലെ തന്നെ. അയാൾ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. അവൾ അതിനെ തൊട്ടും തലോടിയും ഭദ്രമായി കൊണ്ടുപോയി പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ചു. നാളെ കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു ബാലു. സെറ്റിയിലിരിക്കുന്ന ഭാസ്കരൻ്റെ അടുത്തേക്ക് അവളും ചെന്നിരുന്നു. അതിനെന്താ, ഞാൻ കൊണ്ടുവിടാം. എപ്പോഴാ പോണ്ടേന്ന് നീ പറഞ്ഞാൽ മതി കേട്ടോ. ബാലു ടീപ്പോയുടെ മുകളിൽ കാല് കയറ്റി വെച്ചുകൊണ്ട് സെറ്റിയിൽ തല ചേർത്ത് വെച്ച് കിടന്നു. ചേച്ചി, നാളത്തെ പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കണ്ടേ? രാത്രി എന്തോ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിലാണ് വിഷ്ണു അക്കാര്യം ഓർമ്മിപ്പിച്ചത്. നിനക്കറിയില്ലേ വരയ്ക്കാൻ? വൈശാഖി അവനെ ചുണ്ടു ചുളിച്ചു നോക്കി. എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് ഈ വക കുന്ത്രാണ്ടങ്ങളൊന്നും അറിയില്ല. ചേച്ചിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലേ? അവൻ പെട്ടെന്ന് തിരക്കി. ഇല്ലടാ, എനിക്കറിയില്ല. പെണ്ണ് നഖം കടിച്ചു. എൻ്റെ ചേച്ചി, ഇന്ന് ഔട്ട്ലൈനും ഉണ്ടാക്കി കളറും ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാലേ നാളത്തേക്ക് രാവിലെ പെട്ടെന്നാക്കാൻ പറ്റൂ. വിഷ്ണു പറഞ്ഞു കൊടുത്തു. എടാ, ഇനി എന്ത് ചെയ്യും? വൈശാഖി മുഖം ചൊളിച്ചു. ചേച്ചി, ഒരൊറ്റ വഴിയുണ്ട്. പക്ഷേ വഴി ഇത്തിരി കല്ലും മുള്ളും നിറഞ്ഞതാ. വിഷ്ണു അവളെ നോക്കി ഗൂഢമായി ചിരിച്ചു. എന്ത് വഴിയാണെങ്കിലും കുഴപ്പമില്ല. നീ ഒന്ന് പറയുന്നുണ്ടോ വിഷ്ണു? അവൾ അവന് നേരെ തിരിഞ്ഞിരുന്നു. ചേച്ചി, ദേവേട്ടൻ നല്ല അസാധ്യമായിട്ട് വരയ്ക്കും.
സാധാരണ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ക്ലബിൽ ഓണപ്പൂക്കളം ഇടാൻ ഏട്ടനെ കൊണ്ടാ വരപ്പിച്ചു കൊണ്ടുപോകുന്നേ. വിഷ്ണു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എടാ, അതിന് സാറിനോട് ആര് ചോദിക്കും? എനിക്ക് പേടിയാ, നീ ഒന്ന് ചോദിക്കുമോ? വിഷ്ണു അവനെ തോണ്ടി. കോപ്പ് ചോദിക്കും, ചേച്ചി തന്നെ ചോദിച്ചാൽ മതി. അവൻ അവളെ കൈയൊഴിഞ്ഞു. എടാ, അങ്ങേരൊന്നാമത് ഇപ്പം എന്നോട് മിണ്ടാറില്ല, ഞാനെങ്ങനാടാ പോയി ചോദിക്കുന്നേ? വൈശുവിന് ഇനി കടിച്ചു പറിക്കുവാൻ തള്ളവിരലിൻ്റെ നഖമില്ലായിരുന്നു. ചേച്ചി പോയി ചോദിക്ക്, ചേച്ചി ചോദിച്ചാൽ ദേവേട്ടൻ വരച്ചു തരും, ഉറപ്പാ. അവൻ അവളെ പിടിച്ച് മഹാദേവൻ്റെ മുറിയുടെ നേർക്ക് തള്ളിവിട്ടു. വൈശാഖി പേടിച്ച് ഒരു വിധത്തിലാണ് അവൻ്റെ മുറിയിലേക്ക് കയറിയത്. നോക്കിയപ്പോൾ കണ്ടു, ആള് കസേരയിലിരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈശു ആദ്യം ഒന്ന് അറച്ചു നിന്നു. പിന്നീട് ഉള്ള ധൈര്യമെല്ലാം സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. സർ, അവൾ അവനെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ആ. പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി ദേവൻ വൈശാഖിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എനിക്കൊരു പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചു തരാവോ? നാളെ ഇടാനാ, രാവിലെ. പതിയെ വളരെ നേർത്തു പോയിരുന്നു വൈശാഖിയുടെ ചോദ്യം. മഹാദേവൻ അവളെ 1-2 നിമിഷങ്ങൾ സാഗൂതം നോക്കിയിരുന്നു. വൈശാഖിയാണെങ്കിൽ അവൻ്റെ മറുപടിക്ക് വേണ്ടി പേടിയോടെ കാത്തു നിന്നു. ആ ബുക്കിംഗ് എടുത്തോണ്ട് വാ. ബെഡിന് മുകളിലിരിക്കുന്ന ഒരു നോട്ട് ബുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാദേവൻ അവളോട് നിർദ്ദേശിച്ചു. വൈശു സന്തോഷത്തോടെ ഓടിച്ചെന്ന് അതെടുത്തുകൊണ്ട് വന്ന് അവന് നേർക്ക് നീട്ടി. വലുത് വേണോ ചെറുത് വേണോ? പഴയ ആ ബുക്കിലെ എഴുതാത്ത ഒരു താള് നോക്കി അവൻ തുറന്നു. എന്നിട്ടത് മുൻപിലായി കിടക്കുന്ന മേശയുടെ മുകളിലേക്ക് എടുത്തു വെച്ചു. മീഡിയം മതി. പെണ്ണ് മെല്ലെ മറുപടി പറഞ്ഞു. ഓക്കെ, ഇവിടിരി. അടുത്തായി കിടക്കുന്ന ഒരു കസേരയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവൻ തൻ്റെ വരയിലേക്ക് കടന്നു. വൈശാഖി അവൻ വരയ്ക്കുന്നത് നോക്കി ആ ചെയറിൽ അവൻ്റെ അടുത്തായിട്ടിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കാണും. മഹാദേവൻ പൂക്കളത്തിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലൈൻ പെൻസിൽ കൊണ്ട് വരച്ച് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. വളരെ മനോഹരമായിരുന്നത്. ഇത് മതിയോ? മഹാദേവൻ ബുക്ക് അവളുടെ നേർക്ക് നീട്ടി. മതി. പെണ്ണിൽ നിറഞ്ഞ സന്തോഷം. എങ്കിൽ അവിടെ ഇരിക്കുന്ന കളർ പെൻസിലിങ് എടുത്തോ. അവൻ ഔട്ട്ലൈനിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ തന്നെ അവൾക്ക് അടുത്ത നിർദ്ദേശം കൊടുത്തു. മുൻപിലായി കിടക്കുന്ന മേശ ചേർത്തിട്ടിരിക്കുന്ന ചുവരിൻ്റെ തൊട്ട് മുകളിലായി കാണുന്ന ഭിത്തി അലമാരയിലാണ് പെൻസിലുകൾ ഇരിക്കുന്നത്. അതും മുകളിലത്തെ തട്ടിൽ. ഒരു ഗ്ലാസ് ബോട്ടിലായി ഇട്ട് വെച്ചിരിക്കുകയാണ് നീളമുള്ള ഭംഗിയുള്ള കളർ പെൻസിലുകൾ. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കൈയെത്തിച്ച് മുകളിലത്തെ തട്ടിൽ ഉള്ളത് എടുക്കുവാനായി ഒരു ശ്രമം നടത്തി. പക്ഷെ അവൾക്കത് കൈയെത്തുന്നുണ്ടായിരുന്നില്ല. നിരാശയോടെ മുഖം കനിച്ച് മഹാദേവനെ നോക്കിയപ്പോൾ കണ്ടു, ആൾ ഔട്ട്ലൈൻ്റെ ചില ഭാഗങ്ങളിൽ എന്തൊക്കെയോ തിരുത്തി വരയ്ക്കുകയാണ്. വൈശാഖി അവനിൽ നിന്ന് നോട്ടം മാറ്റിയിട്ട് കാൽവിരലുകൾ തറയിൽ കുത്തി നിർത്തി പൊങ്ങി വീണ്ടും ഒരു വട്ടം കൂടി അത് കൈയെത്തിക്കാൻ ശ്രമിച്ചു. ഇത്തവണ അവളുടെ കൈ ഗ്ലാസ് ബോട്ടിലിൽ ഒന്ന് തൊട്ട് തലോടി. അവൾക്ക് ആവേശം കൂടി. മേശയുടെ മേൽ ഇടത്തെ കൈകുത്തി ഭാരം താങ്ങി മുകളിലേക്ക് ആഞ്ഞു നിന്നുകൊണ്ട് പെണ്ണ് വിരൽത്തുമ്പും മുട്ടിച്ച് ആ ബോട്ടിൽ മുന്നോട്ടേക്ക് നിരക്കി നോക്കാൻ ശ്രമിച്ചു. പൊടുന്നനെയാണത് സംഭവിച്ചത്. ഗ്ലാസ് ബോട്ടിൽ മുന്നോട്ടേക്ക് ആഞ്ഞ് താഴെ വീഴുവാനായി പോയി. ഈശ്വരാ! കസേരയിലിരിക്കുന്ന മഹാദേവൻ്റെ മേലേക്കാണ് അതിൻ്റെ വീഴ്ചയെന്ന് കണ്ടതും വൈശാഖിയിൽ നിന്നും പൊടുന്നനെ ചിലമ്പിച്ചൊരൊച്ച പുറത്തേക്ക് തെറിച്ചു. അവളുടെ ഉള്ള ഒന്നാടി. താഴെ വീഴാൻ തുടങ്ങുന്നതിനെ പിടിക്കുവാനായി വൈശു പെട്ടെന്ന് ഇടത്തേക്ക് ചെരിഞ്ഞു. അപ്പോഴേക്കും ബാലൻസ് കിട്ടാതെ അവളുടെ കാല് മടങ്ങി വീഴാനായിട്ട് പോയിരുന്നു. ആ സമയം കൊണ്ട് അവളുടെ വിരൽ തട്ടി ബോട്ടിൽ താഴെ വീണു പൊട്ടിച്ചിതറി. നിലതെറ്റിപ്പോയ വൈശാഖി ഊർന്നു ചെന്ന് വീണതോ കൃത്യമായിട്ട് മഹാദേവൻ്റെ മടിയിലേക്കും. വൈശാഖി! തന്നിൽ നിന്ന് ഊർന്ന് താഴെ വീഴാതെ ഇരിക്കുവാൻ മഹാദേവൻ അവളെ പെട്ടെന്ന് കയറി അമർത്തി പിടിച്ചു. പെണ്ണിൻ്റെ പൂ പോലെയുള്ള ശരീരം അവൻ്റെ നെഞ്ചിൽ അമർന്നു. ചുണ്ടുകൾ അവൻ്റെ ഇടം കഴുത്തിലും. ഒരു നിമിഷം മഹാദേവൻ അനങ്ങാനാവാതെ തരിച്ചിരുന്നു പോയി. അവന് പെട്ടെന്ന് ശ്വാസം വിലങ്ങി. ദേഹം ചൂടുപിടിക്കുന്നത് പോലൊരു തോന്നൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ ശരീരം ഒന്ന് വിറച്ചുപോയി.
പെണ്ണിപ്പോഴും തൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ചുണ്ടുകൾ കഴുത്തിൽ നിന്നും മാറ്റിയിട്ടുമില്ല. അവനാകെപ്പാടെ ഒരു പരവേശം വന്നു. ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണമെന്നുള്ളൊരു പരവേശം. വൈശാഖി, തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മഹാദേവൻ അവളെ തൻ്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കി. പക്ഷെ പെണ്ണവൾ അവൻ്റെ വിളി കേട്ടില്ലെന്ന് മാത്രമല്ല, പേടിയോടെ അവൻ്റെ ഷട്ടിലൊന്നും കൂടി തെരുപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയാണ് ചെയ്തത്. അവൾ തന്നിലേക്ക് ഒന്നും കൂടി ചേർന്നിരിക്കുന്നെന്ന് കണ്ടതും മഹാദേവൻ തൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് കടന്നു. വൈശാഖി, അവൻ ഇത്തിരി കടുപ്പത്തിൽ വീണ്ടും വിളിച്ചു. സർ. ചെക്കൻ്റെ അലർച്ചയിൽ സ്വബോധം തിരിച്ചെത്തിയവൾ അവനിൽ നിന്നുമുള്ള പിടി പൊടുന്നനെ വിട്ട് നേരെയിരുന്നിരുന്നു. പിന്നീട് വെപ്രാളത്തോടെ ധൃതിയിൽ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞു. പക്ഷേ വീഴാൻ തുടങ്ങിയപ്പോൾ മേശയുടെ കാലിൽ ഇടിച്ചതിൻ്റെ വേദന കാരണം വീണ്ടും അവൻ്റെ മടിയിലേക്ക് തന്നെ ഇരുന്നു പോയി വൈശു. സോറി, മേശയിൽ കാല് തട്ടി. അവള് വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ടേബിളിൽ കൈ താങ്ങി എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് വളരെ ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് നടക്കാനായി തുടങ്ങി. മഹാദേവൻ തന്നിൽ നിന്ന് നടന്നു പോകുന്നവളെ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞു നോക്കി. പെണ്ണിൻ്റെ നടത്തത്തിൽ അവൻ എന്തോ പന്തികേട് തോന്നിയിരുന്നു. നീ എങ്ങോട്ടാ വൈശാഖി ഇങ്ങനെ ഓടുന്നേ? കാല് വയ്യാത്തവർ അതിനനുസരിച്ച് നിൽക്കണം. അവളുടെ വേദന കണ്ട് സങ്കടം തോന്നിയവൻ വീണ്ടും കലിപ്പിട്ടു. അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് അവനെ ഒരു വട്ടം നോക്കി. നിസ്സഹായതയോടെയുള്ളൊരു നോട്ടം. എല്ലാവരോടും വളരെ ഗൗരവത്തിലെങ്കിലും സമാധാനത്തോടെ പെരുമാറുന്നവൻ തന്നോട് മാത്രം എപ്പോഴും വഴക്കും ദേഷ്യപ്പെടലുമാണ്. വൈശുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആ കണ്ണുനീർ എന്തുകൊണ്ടോ അവൻ്റെ നെഞ്ചൊന്നുലച്ചിരുന്നു. ദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുൻപിൽ ചെന്ന് നിന്നു. എന്നിട്ട് കുനിഞ്ഞ് അവളുടെ കാലിൻ്റെ കണ്ണയിൽ പിടിച്ചു നോക്കി. മീശയുടെ കാലിൽ കൊണ്ടതാവാം. ചെറുതായിട്ട് കണ്ണയുടെ തൊലി പോയിട്ടുണ്ട്. പക്ഷേ എവിടെയും നീരൊന്നുമില്ല. പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ മടിഞ്ഞതാവാം. അവൻ മനസ്സിൽ ചിന്തിച്ചു. വൈശാഖിയുടെ ഒരു കാര്യങ്ങളിലും നീ ഇടപെടരുത് എന്ന അച്ഛൻ്റെ ഭീഷണി അവൻ ആ നേരം ഓർമ്മയിൽ പോലും വന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. നിനക്ക് നിലത്ത് കാല് കുത്താൻ പറ്റുന്നുണ്ടോ? അവൻ്റെ ചോദ്യത്തിൽ ഇത്തിരി ശാന്തത കലർന്നിരുന്നു ആ നേരം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നടന്നോളാം. സഹിക്കാൻ പറ്റാത്ത വേദനയിലും അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അത് നിന്റെ നിപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഏതു നേരത്താണോ ഇതിനെ പിടിച്ച് വിടിരുത്താൻ തോന്നിയത്? അവൻ എഴുന്നേറ്റ് നിന്ന് ഉടുത്തിരുന്ന കാവ്യമുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് ഒച്ചയെടുത്തു. വൈശാഖി അവനെ നിസ്സഹായതയോടെ നോക്കി നിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഇവിടെ വന്നിരി. വൈശാഖിയുടെ വേദന തിങ്ങി നിൽക്കുന്ന മുഖം കണ്ടതും അവളെ പൊക്കിയെടുത്ത് അടുത്തായി കിടക്കുന്ന കട്ടിലിൽ കൊണ്ട് ചെന്നിരുത്തി ദേവൻ. കാല് നീട്ടിക്കേ. പറച്ചിലിനോടൊപ്പം തന്നെ വൈശുവിൻ്റെ വലത്തെ കാല് കയ്യിലേക്ക് എടുത്തിരുകയും ചെയ്തിരുന്നവൻ. ഈയൊരു കുഞ്ഞു മുറിവിനാണോ നീ കടന്ന് കാറിയേ? പെണ്ണിനെ സൂക്ഷിച്ചെന്ന് നോക്കിയിട്ട് മഹാദേവൻ ചുവരിലെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന മുറിവെണ്ണയുടെ കുപ്പി കൈ എത്തിച്ചെടുത്തു. എന്നിട്ട് പഴയതുപോലെ വീണ്ടും അവളുടെ മുൻപിൽ ചെന്ന് കുത്തിയിരുന്നു. ഞാൻ കാറിയില്ല. ഇത്തവണ എന്തുകൊണ്ടോ അവളിൽ നിന്ന് ഉത്തരവുണ്ടായി. കാരണം അറിയാതെ ചെയ്തു പോയതിന് സാറ് തന്നോട് എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നൊരു സങ്കടം അവളിൽ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി മുന്നേ ഞാൻ കണ്ടിരുന്നു. വയ്യേലും അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല. കുപ്പി തുറന്ന് മുറിവെണ്ണ ഇത്തിരി മുറിവിന് മുകളിലായി ഇറ്റിച്ചു കൊടുത്തുകൊണ്ട് അവൻ പെറുവീർത്തു. എനിക്ക് അഹങ്കാരമൊന്നുമില്ല. സാറാ എന്നെ വെറുതെ വഴക്കു പറയുന്നേ. ഉള്ള ധൈര്യം കൂട്ടിപ്പിടിച്ച് മറുപടി കൊടുത്തപ്പോഴേക്കും അവളുടെ മുഖം പരിഭവം കൊണ്ട് വീർത്തിരുന്നു. അതെടി, ഞാൻ വെറുതെ നിന്നെ വഴക്കു പറഞ്ഞേ, അല്ലാതെ നീയൊന്നും ചെയ്തിട്ടല്ല അല്ലേ? മേശയുടെ അടിയിലും വാതിൽക്കലായിട്ടും ഒക്കെ ചിന്നി ചെതറി വീണ് കിടക്കുന്ന കുപ്പിച്ചില്ലുകളിലേക്ക് നോട്ടം വായിച്ചുകൊണ്ട് അവൻ പല്ലിഞ്ഞെരിച്ചു. പെണ്ണിൻ്റെ മുഖം വീർത്തു. അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. പെൻസിലെടുക്കാൻ പോയപ്പോൾ അറിയാതെ കൈതട്ടി വീണതാ ആ കുപ്പി. അവൾ വിക്കിക്കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. നിന്നോട് ഞാൻ പെൻസിലെടുക്കാനല്ലേ പറഞ്ഞേ, അല്ലാതെ എൻ്റെ ഗ്ലാസ് ബോട്ടിൽ നിലത്തെറിഞ്ഞു പൊട്ടിക്കാനാണോ പറഞ്ഞത്? അവൻ കണ്ണുരുട്ടി. തന്നിലുണ്ടായ മാറ്റങ്ങൾ പുറത്തേക്ക് വെളിവാക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം മഹാദേവൻ പൊടുന്നനെ മാഷിൻ്റെ വേഷം എടുത്തണിഞ്ഞത്. വൈശാഖി പിന്നെയും ഒന്നും മിണ്ടിയില്ല.
അവൻ്റെ ചീത്തവിളി കേട്ടുകൊണ്ട് വെറുതെ അങ്ങനെ തന്നെ ഇരുന്നു. എത്ര രൂപയുടെ സാധനമാണെന്നറിയാവോ അത്? അതെങ്ങനെ, നിന്റെ കണ്ണ് മാനത്തല്ലായിരുന്നോ? പെണ്ണിൻ്റെ മൗനം കണ്ടതും ചെക്കൻ അവൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് വീറോടെ തുടർന്നു. അറിയാതെ തട്ടി വീണതല്ലേ, അല്ലാതെ മനഃപൂർവ്വം അല്ലല്ലോ. അവളുടെ കണ്ണുകളും ചുണ്ടും ദേവിന് നേർക്ക് കൂർത്തു. അറിയാതെ കൈതട്ടി വീഴാൻ നീ എന്താ കൊച്ചുകുട്ടിയാണോ? അവൻ വീണ്ടും ചൊടിച്ചു. സത്യം പറഞ്ഞാൽ അവളോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് പോലും മഹാദേവൻ അപ്പോൾ അറിയില്ലായിരുന്നു. ഞാൻ അതിനുള്ള പേ ചെയ്തോളാം. സാറ് ഇനി എന്നെ വഴക്കു പറയണ്ട. അളമുട്ടിയ പാമ്പും കടിക്കുക എന്ന പോലെ ഗത്യന്തരമില്ലാതായപ്പോൾ അവളും തർക്കുത്തരം പറഞ്ഞുപോയി. മഹാദേവൻ അത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, നീ വലിയൊരു കാശുകാരി വന്നേക്കുന്നു, ഞാനത് ഓർത്തില്ല. ചെക്കൻ്റെ മുഖത്ത് നൊടിയിടയിൽ അവളോടുള്ള പുച്ഛം നിറഞ്ഞു. വൈശാഖിക്ക് അതും കൂടി കേട്ടപ്പോഴേക്കും സങ്കടം സഹിക്ക വയ്യാതെയായി. സാറിന് എന്നെ ഇഷ്ടമല്ല, എന്നെ എപ്പോഴും വഴക്കു പറയും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വേറെ ആരോടും സാറിങ്ങനെ ദേഷ്യപ്പെടുന്നില്ലല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണോ ഇനി? സങ്കടവും പരിഭവവും ഉള്ളിൽ തിക്കുമുട്ടി ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നിയതും വൈശാഖി ആദ്യമായിട്ട് അവനോട് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുന്നോട്ടേക്ക് നടന്നു. പെട്ടെന്നുള്ള വൈശുവിൻ്റെ പ്രതികരണത്തിലൊന്ന് ഞെട്ടിയെങ്കിലും അവൻ ആ പെണ്ണിൻ്റെ പിന്നാലെ നൊടിയിടയിൽ പാഞ്ഞു. അങ്ങോട്ട് ചെന്ന് അയിനിയ കുപ്പിച്ചില്ലിന് മോളിൽ കൂടെ ചാടിക്കോട്, നിന്നെ ഇന്ന് ഞാൻ. ദേഷ്യത്തിൽ പാഞ്ഞു പോകുന്ന വൈശാഖിയെ ഒരൊറ്റ കൈകൊണ്ട് അവളുടെ ഇടുപ്പിന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തവൻ. എന്നിട്ട് വാതിലിന് നേർക്ക് ശ്രദ്ധയോടെ നടന്നു. അതും കണ്ണു ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട്. നിർത്ത്, ഞാൻ നടന്നോളാം. താനിപ്പോൾ ഉള്ളത് സാറിൻ്റെ കൈക്കുള്ളിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വൈശാഖിക്ക് വീണ്ടും 1-2 നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു. മിണ്ടാതെ വാ പൂട്ടിയിരുന്നോ, അല്ലേല് തറയിലെ കുപ്പിച്ചില് മോളിൽ ഞാൻ എടുത്തിടും. ഒരു കൊച്ചു കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ അവളെയും കൊണ്ടവൻ ശ്രദ്ധയോടെ ഹാളിലേക്ക് കാലുകൾ നീക്കി. എന്നിട്ട് സെറ്റിയിലേക്കായി അവളെ കൊണ്ടുവന്നിരുത്തി. ഇവക്കെന്ത് പറ്റി? മഹാദേവൻ വൈശുവിനെ തൂക്കിയെടുത്തുകൊണ്ട് മുറിയിൽ നിന്നും വരുന്നത് കണ്ടിട്ടാണ് ലക്ഷ്മി ഹാളിലേക്ക് നടന്നിയെന്നത്. അമ്മയുടെ വൈശുക്കൊച്ചിന് ഒരു ഈച്ച പറ്റിയതാ. അവളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചവൻ. ഡോറടച്ച് ബെഡിലേക്ക് കയറി കമിഴ്ന്നു കിടക്കുമ്പോൾ തറയിൽ ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ല് വാരിക്കളയാൻ പോലും മഹാദേവൻ മറന്നുപോയിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. അവൻ കണ്ണുകളടച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന വൈശാഖിയെ അവൻ ഉള്ളിൽ കണ്ടു. പിന്നെ സാറിന് എന്നോട് ഇഷ്ടയില്ലെന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന വൈശാഖിയെയും. മഹാദേവന് സ്വയം ദേഷ്യം തോന്നി. അവനത് കൈമുഷ്ടി ഞെരിച്ചുകൊണ്ട് നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. ഉള്ളിലുണ്ടാവുന്ന പുതിയ പുതിയ മാറ്റങ്ങളെയും അനുഭൂതികളെയും സ്വീകരിക്കുവാൻ അവനിലെ പിശുക്കനൊന്നു മടിച്ചു എന്ന് പറയുന്നതാവും ഇവിടെ കൂടുതൽ ശരി. അപ്പോഴും ഇടം കഴുത്തിൽ അവളുടെ ചുവന്ന ചുണ്ടുകളുടെ മൃദുത്വവും ചൂടും ദേവൻ അറിയുവാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാൻ കേട്ടോ.